15 വർഷത്തെ വിശ്വാസം. ഇനി വിദേശ വിദ്യാഭ്യാസം വിശ്വസ്തരിലൂടെ. നീതൂസ് സ്റ്റഡി അബ്രോഡ്. മീരയെന്നാണ് ഞാൻ പറഞ്ഞത്. കേറിപ്പോയോ? ഇറക്കണോ? ഒരുപാട് പാട് കൂട്ട് നിവിൻ പോളി എന്ന് പറയുന്ന റൊമാൻറ്റിക് ഹീറോയിൽ നിന്ന് ബേസിൽ ജോസഫ് എന്ന് പറയുന്ന ആക്ഷൻ ഹീറോയിലേക്ക് വന്നപ്പോൾ എക്സ്പ്രഷൻ ഹീറോ എന്ന് പറയാം. ബേസിക്കലി നമ്മള് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് പെട്ടിക്കടയിൽ നിന്ന് കണ്ടിട്ടില്ല എന്റെ അശ്വമേധത്തിലെ പല്ല് പല്ല് അതിന്ന് ഇവിടെ എത്താൻ തന്നെ പല്ല് നടന്നു വന്നു വിചാരിച്ചു. പല്ലിന് കുറച്ച് കഴിഞ്ഞപ്പോ തോന്നി മടുത്തു കൂടി ഇനി കുറച്ച് ബാക്കോട്ട് നടക്കാം. വിനീതേട്ടൻ വരെ ഞെട്ടിപ്പോയി. അവൻ ഞാൻ ബലാത്സംഗം ചെയ്യുന്നല്ലേ കണ്ടിട്ടുള്ളൂ വർഷങ്ങൾക്ക് ശേഷം. അതും കൂടെ പറ, ഇല്ലെങ്കിൽ ഇനി ഷാനികയിൽ ഒരു വളർന്നു വരുന്ന വലിയ നടനെ നമുക്ക് കാണാൻ പറ്റുമോ അതിരടിയില്? ഓൾറെഡി വളർന്നു വലുതായില്ലേ? ഇനിയിപ്പോ എനിക്ക് പറയാം. വേണ്ട, നിങ്ങൾക്ക് വേണ്ടി ഞാൻ പറയും. ഉറപ്പായിട്ടും സൂപ്പറായിട്ടുണ്ട്. ഷാനിക്ക പോലത്തെ ഒരു നടൻ ഇല്ലാതെ ഈ സിനിമയില്ല, വിനീതേട്ടൻ ഇല്ലാതെ ഈ സിനിമയില്ല, അങ്ങനെ തന്നെ പറഞ്ഞു കൃത്യമായിട്ട്. പിന്നെ ഈ സിനിമയ്ക്ക് ഇവര് വേണം. അത് കഴിഞ്ഞ് അഭിനയിച്ചു തുടങ്ങിയപ്പോഴും ഇത് തന്നെ തോന്നിയായിരുന്നു. ഈ ഒരു കുട്ടിച്ചാട്ടൻ നിക്കറിട്ട പോലത്തെ ഈ ലോകം ആദ്യമായിട്ടാണ് കാണുന്നത്. എന്റെ ലോകോനെ ചുമ്മാ കുറ്റം പറഞ്ഞുണ്ടല്ലോ ഞാൻ. ഒരു ഡയപ്പറൊക്കെ ഇട്ട് ഒരു സൂപ്പർ ഹീറോ പോലെ ഒരു കേപ്പൊക്കെ ഇട്ട്. ടോവിനോ അതിനെ കേപ്പ് എന്നല്ല തോർത്ത് എന്നാണ് വിളിക്കുന്നത്. റെഡ് തോർത്ത്. ഷാനിക്കയുടെ കമ്പനി അതിന്റെ ലോകം എന്താ? അതിൽ ഇതുപോലത്തെ ഈ ശരീരം കാണിച്ചിട്ടുള്ള പരിപാടികളൊന്നും അല്ല. ഇടയ്ക്കിടയ്ക്ക് ഇതൊന്നും ഇട്ടേക്കണേ. അതിരടി പോസ്റ്ററൊക്കെ എല്ലായിടത്തും ഉണ്ടല്ലോ അല്ലെ, എല്ലാ ഫ്രെയിമിലും ഉണ്ടല്ലോ അല്ലെ. എന്ത് റീല് കട്ട് ചെയ്തിടുമ്പോഴും നമ്മുടെ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ലാന്ന് തോന്നുന്നു. ഭയങ്കര ഈഗോ ഉള്ള ഒരു നടനായി മാറിയിരിക്കുന്നു ഷാനിക. ഈഗോ കാരണമാണ് എന്നെ ഒഴിവാക്കിയെന്ന് എനിക്കറിയാം. ഹലോ എവരിവൺ, വെൽക്കം ടു ദ ഷോ. അപ്പൊ അതിരടി വിശേഷങ്ങളുമായി നമ്മളോടൊപ്പം ചേരുന്നു ഷാൻ റഹ്മാൻ, ബേസിൽ ജോസഫ്, റിയ ഷബു ആൻഡ് സെറീന. വെൽക്കം ടു ദ ഷോ. നമുക്കത് ഒന്നും കൂടെ എടുക്കാം. ഞാൻ സ്നേഹത്തോടെ വിളിച്ചതാ. തുടക്കത്തിൽ തന്നെ വാളി. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. അല്ലല്ല, ഞാൻ സ്നേഹത്തോടെ വിളിച്ചതാ. കേട്ടില്ലേ? സെറീനേന്ന് വിളിച്ചാണല്ലേ? അതായത് കഴിഞ്ഞ കുറച്ച് കാലങ്ങളിൽ നിന്ന് ബേസിലെ കണ്ടതിനേക്കാൾ ബേസിൽ ഭയങ്കരമായി മെലിഞ്ഞിരിക്കുന്നു. ഇതിന്റെ രഹസ്യം എന്താണ്? ഇല്ലേ? അത് അല്ല, അത് രഹസ്യമൊന്നുമില്ല. അത് കുറച്ച് വർക്കൗട്ടൊക്കെ ചെയ്ത് ഡയറ്റ് ഒക്കെ ചെയ്ത് അങ്ങനെ ഈ സിനിമയിൽ ഇങ്ങനെ കോളേജ് സ്റ്റുഡന്റ് ആയിട്ടാണല്ലോ. അപ്പൊ അതിന് വേണ്ടിട്ട് കുറച്ച് വർക്കൗട്ട് സിനിമയ്ക്ക് വേണ്ടിട്ടാണോ കാത് കുത്തിയത്? അതെ. കണ്ടില്ലേ? പോസ്റ്ററിൽ കണ്ടില്ലേ? കണ്ടു. അത് ഇത് സ്ഥിരമാക്കാൻ തീരുമാനിച്ചോ? എന്തായാലും സിനിമ ഇറങ്ങണ വരെ എന്തായാലും ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് വേണോ വേണ്ടോ എന്നുള്ളത് തീരുമാനിക്കല്ലേ? ഷാനിക, നിങ്ങൾ രണ്ടുപേരെ, ഈ ആദ്യം അവസാനം ഇരിക്കുന്ന രണ്ടുപേരെ ഈ ഒരു പോസ്റ്ററിലോ ഒരു പരസ്യത്തിലോ എവിടെയും കണ്ടില്ല. നിങ്ങളെ ബോധപൂർവ്വം ഒഴിവാക്കുകയായിരുന്നു. നമ്മുടെ ഒരു അഭിനയ മികവിന്റെ ഒരു ഈഗോ അടിച്ചിട്ടായിരിക്കാം. ഭയങ്കര ഓവർ പെർഫോം ചെയ്തപ്പോ ഇനി പോസ്റ്ററിലും കൂടെ അത് വെച്ചിട്ട് വേണോ ഇനിയിപ്പോ എന്നുള്ള അങ്ങനെ. അതുകൊണ്ടാണ് ഈ എല്ലാ പോസ്റ്ററിലും ഇത് കണ്ടില്ല. അതിരടിന്റെ ടൈറ്റിൽ വരെ അവൻ അതിന്റെ ഇടയിൽ കയറി നിന്നു. മുമ്പിൽ അതെ, കേറി നിന്നു. എന്നിട്ട് നിങ്ങൾ കഴിവില്ല, കോൺഫിഡൻസ് ഇല്ല. ഇറ്റ്സ് ഓക്കെ. നമ്മളത് കണ്ടില്ല കേട്ടില്ല നടിക്കാം. നമ്മുടെ ഒരു അനിയൻ കേറി പോട്ടെന്ന്. റിയയുടെ അടുത്തേക്ക് വരുമ്പോഴത്തേക്ക് ഈ ആ നിവിൻ പോളി എന്ന് പറയുന്ന റൊമാൻറ്റിക് ഹീറോയിൽ നിന്ന് ബേസിൽ ജോസഫ് എന്ന് പറയുന്ന ആക്ഷൻ ഹീറോയിലേക്ക് വന്നപ്പോൾ എന്ത് വ്യത്യാസമാണ് ഉണ്ടായത്? കോമഡി എന്തെങ്കിലും പറഞ്ഞ ഓക്കെ, ആക്ഷൻ ഹീറോ ഒരു ബന്ധമില്ല. പുറകോട്ട് നോക്കടാ. എക്സ്പ്രഷൻ ഹീറോ എന്ന് പറയാം. എക്സ്പ്രഷൻ ആക്ഷൻ ചെയ്താലും എക്സ്പ്രഷൻ മാത്രമേ ഉള്ളൂ, ആക്ഷൻ ഇല്ലെന്ന്.
അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നുള്ളല്ലേ? ശരിക്കും വല്ലതും ഉണ്ടായിരുന്നോ? ഇത് ഇറ്റ്സ് നോട്ട് ലൈക്ക് ആക്ഷൻ സെൻട്രിക് പടമല്ലേ, ഇറ്റ്സ് ലൈക്ക് ഒരു എന്റർടൈൻമെന്റ് പടമല്ലേ. ആൻഡ് ഇറ്റ് വാസ് ഫോർ മീ ഇറ്റ് വാസ് ലൈക്ക് കോമഡി അങ്ങനെ. സോ അവിടെ നിന്ന് ഇവിടേക്ക് വന്നപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു ആ മാറ്റം? അതാണ് ചോദ്യം. കോമഡി ഹീറോ ആണോ ആക്ഷൻ ആണോ എന്താണ്? സ്ഥിരം പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന ഉത്തരത്തിലേക്ക് പോയി. അതിരടിയെ കുറിച്ച് പറയുമ്പോൾ അതിലേക്ക് എങ്ങനെയെങ്കിലും എത്താൻ വേണ്ടി നോക്കിക്കൊണ്ടിരിക്കും. വഴിതിരിച്ചു വിട്ട് ക്യാമ്പസ് വേണ്ട എനിക്ക് സാധനം വേണ്ട. എന്നോട് വന്നപ്പോ തന്നെ പറഞ്ഞത് അതിരടിയെ കുറിച്ച് ചോദിക്കണം. അത് ആ നിവിൻ പോളി എന്ന് പറയുന്ന ആ റൊമാൻറ്റിക് ഹീറോയിൻ, ബേസിൽ ജോസഫ് എന്ന് പറയുന്ന എന്താ കോമഡി ഹീറോ എന്തോ ബേസിൽ ജോസഫ് എന്ന് അവിടെ നിന്ന് ഇവിടെ വരുന്നതിന്റെ ഉള്ള ഇത് ചേഞ്ച് അല്ലേ ബേസിക്കലി. ബേസിക്കലി നമ്മള് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് പെട്ടിക്കടയിൽ പോയി പോസ്റ്ററിലെ പോലും തല വെച്ചില്ല എന്ന് പറയല്ലേ, ഇതാ കാരണം. സാധനങ്ങൾ വാങ്ങിച്ചിട്ട് പിന്നെ അഡ്ജസ്റ്റ് ചെയ്യുമല്ലോ എന്ന് വീണ സ്റ്റേറ്റ്മെന്റ് സർവമയില് മോസ്റ്റ്ലി നിവിൻ ചേട്ടൻ ഞാനും ലൈക്ക് ഷോർട്ട് കഴിഞ്ഞിട്ട് വീൽ ജസ്റ്റ് സിറ്റ് ദേർ. ബട്ട് ദ തിങ് ഇസ് ലൈക്ക് അതിരടിയിൽ ഐ കൻ സീ ബേസിലേട്ടൻ എല്ലാത്തിലും ഇൻവോൾവ് ആവുന്നത്. ആൻഡ് ഹീസ് ലൈക്ക് ഐ ഫീൽ ലൈക്ക് ബ്രെയിൻ ഇസ് ലൈക്ക് 24/7 വർക്കിംഗ്. അതെന്താന്ന് മനസ്സിലായോ? പ്രൊഡ്യൂസർ ആയതുകൊണ്ട് ഇത്ര 3 ചപ്പാത്തി വേണ്ട 2 മതി, ഇതൊക്കെ ആലോചിച്ചോണ്ടിരിക്കുന്നു. ആർക്കൊക്കെ ഓറഞ്ച് ജ്യൂസ് വേണം, എവിടെയൊക്കെ പഴംപൊരി കട്ട്, അതൊക്കെയാണ് ആലോചിച്ചോണ്ടിരിക്കുന്നത്. പഴംപൊരി കട്ട് ടേക്കൊക്കെ കത്തിച്ച് ഒരു 10 മിനിറ്റ് ഒക്കെ 1 മോറിനൊക്കെ പോയി കഴിഞ്ഞാൽ വൈകുന്നേരത്തെ സ്നാക്സ് കട്ട് ചെയ്യും. ഇന്നത്തെ പഴംപൊരി ഒരു പ്രാവശ്യം ഡിന്നർ പിന്നെ എന്തൊക്കെയാ ഡിന്നർ ഒരു പ്രാവശ്യം ഭയങ്കരമായിട്ട് തെറ്റിച്ചു. പകുതി ആയപ്പോഴേക്ക് റിയ പട്ടിണിയായി. അതും ഹെൽത്തിന്റെ പേരും പറഞ്ഞു, ഇത് റിയയുടെ ഹെൽത്തിന് നല്ലതാണ് എന്നും പറഞ്ഞിട്ട്. പിന്നെ കുറച്ച് കഴിയുമ്പോ ഇന്നോവ മാറി ഡിസയർ ആയി, പിന്നെ നടന്നു വരാൻ തുടങ്ങി, പിന്നെ കാരവാനിൽ കിടന്നു തുടങ്ങി. കാരവാൻ കട്ട് ചെയ്ത്. സെറിനോട് ചോദിക്കട്ടെ, ഇതിനകത്ത് ഏറ്റവും കൃത്യനിഷ്ഠയായിട്ട് നല്ല അനുസരണയോടുകൂടി അഭിനയിച്ച ആരാന്ന് സെറിന് സ്വയം തോന്നിയത് ഇതിൽ ആരായിരുന്നായിരുന്നു? ആക്ച്വലി സെറിൻ ഭയങ്കര പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ആക്ട്രസ് ആണ് അല്ലേ? അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്നെ കുറിച്ച് ആർക്കും വേറെ വിശ്വാസമില്ല, പക്ഷെ എനിക്ക് നല്ല വിശ്വാസം. അങ്ങനെ ആളെ എത്ര പരിചയമില്ലെന്ന് തോന്നുന്നു. ഇല്ല, അറിയില്ല. അതാണ് കേരളത്തിലൊരു കൊച്ചുകുട്ടിക്ക് വരെ അറിയാം. ഒന്നുകൂടെ റെഡി ആയിട്ടിരിക്കട്ടെ. ഇനി ഞാൻ വേറെ കാര്യം പറയട്ടെ. ബേസിക്കലി ഞാൻ ഈ ലോകത്ത് ഒരുപാട് തരത്തിലുള്ള ലോഗോസ് കണ്ടിട്ടുണ്ട്. ഈ ഒരു കുട്ടിച്ചാത്തിന് നിക്കറിട്ട പോലത്തെ ഈ ലോഗോ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇത് എവിടെ നിന്നായിരുന്നു ഇതിന്റെ ഒരു ഇൻസ്പിറേഷൻ? അങ്ങനെ ഒരുത്തം വേണം, അങ്ങനെ ഒരു അഴുക്കച്ചിറക്കൻ അതായിരുന്നു അതിന്റെ ഒരു. പിന്നെ അപ്പൊ അതിനൊരു പറയണ ഒരു ഡയപ്പറൊക്കെ ഇട്ട് ഒരു സൂപ്പർ ഹീറോ പോലെ ഒരു കേപ്പൊക്കെ ഇട്ട്. ഇത് സൂപ്പർ ഹീറോ ആയിരുന്നോ? ബാക്കിൽ കേപ്പ് കണ്ടില്ലേ? ക്യാപ്റ്റൻ അണ്ടർപാൻസ് ആണ് ഓർമ്മ. ടോവിനോ അതിനെ കേപ്പ് എന്നല്ല തോർത്ത് എന്നാണ് വിളിക്കുന്നത്. മൊത്തത്തിൽ കണ്ടപ്പോ ഞാനിവിടെ പറഞ്ഞുകൊണ്ട് നടന്ന വേറെ പലതും ആയിരുന്നു. കയ്യിലിരിപ്പിന്റെ ആണ് ബേസിക്കലി. ഇതൊരു ലൈക്ക് അങ്ങനത്തെ ഒരു കൊച്ചി ഇറക്കാൻ റെഡ് കേപ്പൊക്കെ ഇട്ട് തലയിലൊരു മിന്നലൊക്കെ ഇട്ട് അതിലുള്ള പോലെ. അത് ഞാൻ എന്തിനാ ഡിസ്ക്രൈബ് ചെയ്യുന്നത്? അതിപ്പോ ഇതിൽ കൂടുതൽ എന്താ നിങ്ങൾക്ക് കാണുമ്പോ നിങ്ങൾക്ക് എന്തൊക്കെയാ തോന്നുന്നത് അതൊക്കെ തന്നെ. അല്ലാതെ ഞാനിപ്പോ എന്താ ഞാനിപ്പോ അതിനെ കുറിച്ച് വിസ്തരിച്ചോണ്ടിരിക്കണ പിന്നെ എന്തിനാ ഞാൻ പിന്നെ വളരെ മോശം. അതാണ് ഷാനിക ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ ഇതുപോലത്തെ എന്തായിരിക്കും ലോഗോയിൽ വെക്കുക? ഇതുപോലത്തെ എന്തായാലും ഞാൻ വെക്കില്ല. ഞാൻ ഈ ചാരിത്രമൊക്കെ മറച്ചിട്ടുള്ള എന്തെങ്കിലുമൊക്കെ വല്ല ഞാൻ കീബോർഡോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അത്രേ ഉള്ളൂ. ഷാനിക്കയുടെ എന്തോ ഇതില്ലേ, മ്യൂസിക് എന്തോ കമ്പനി ഇല്ലേ, അതിന്റെ ലോഗോ എന്താ? അതിൽ ഇതുപോലത്തെ ഈ ശരീരം കാണിച്ചിട്ടുള്ള പരിപാടികളൊന്നും അല്ല.
ശരീരം കാണി ഒരു കൊച്ചു കുട്ടിയാണത് ബ്രോ. നിങ്ങള് അത് ഡയപ്പറും ഇട്ടിട്ടുണ്ട്, അതെ തലയിൽ ശരീരം കാണിക്കുന്നു. എന്റെ ലോകോനെ ചുമ്മാ കുറ്റം പറഞ്ഞുണ്ടല്ലോ ഞാൻ. കഷ്ടപ്പെട്ട് ഇതിന് ഞാൻ ഇന്റർവ്യൂവിൽ പൊട്ടിത്തെറിച്ച ബേസിൽ ജോസഫ് ആ സാധനത്തിനാ. ഇല്ലേ ട്രിഗർ ചെയ്തോണ്ടിരിക്കണം. എന്നൊരു 10-20 പ്രൊമോ പോകും കേട്ടോ ഇന്ന് രാത്രി. ഇന്ന് രാത്രി ഒരു 10-20 പ്രൊമോ പോകും. അതെ ഇങ്ങനെ ഇരിക്കും. അതാണ് ഇവിടെ സ്കൂൾ വിട്ട പോലെ എല്ലാവരും ഓരോന്ന് വർത്താനം പറഞ്ഞോണ്ടിരിക്കുന്നത്. എനിക്ക് എങ്ങോട്ട് നോക്കണം എന്ന് അറിയാൻ പാടില്ലാത്ത അവസ്ഥ. വീണ ആദ്യം മര്യാദയ്ക്ക് ഒരു ചോദ്യം ചോദിക്കും, നല്ല ഉത്തരം പറയാം. അയ്യോ റിയാനോട് പെട്ടെന്ന് ചോദിക്കുക. ഇതിനകത്ത് ഞാൻ അവിടെ ഇവിടെയൊക്കെ ഒരു പാട്ട് കണ്ടിരുന്നു. ആ പാട്ട് എന്താണെന്നുള്ളത് അവിടെ ഇവിടെയൊക്കെ ഒരു പാട്ട്. അതെ അവിടെ ഇവിടെയൊക്കെ എഴുതി വെച്ചേക്കണത്. അല്ലല്ല, ഇനി വരുന്നൊരു തലമുറയ്ക്ക് ആ പാട്ട് റിയ ഇപ്പൊ ഇവിടെ പാടും. അതൊരു പാട്ടാന്ന് ആരാ? ഏത് പാട്ട്? അതൊരു പാട്ടല്ല. ആദ്യമോ? ഇനി വരുമ്പോ ഒരു തലമുറയ്ക്ക് ഇവിടെ ഫെസ്റ്റ് സാധ്യമോ എന്നുള്ളത് അത് പാട്ടല്ലോ. അതല്ലേ ഞാൻ ചോദിച്ചത്, ഏതാ പാട്ട്? അങ്ങനെ ഒരു പാട്ടില്ല, ഉണ്ട് പാട്ടല്ല. ഉണ്ട് 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 ചേച്ചി പാടും. അത് പാട്ടാണ്. ചേച്ചി പാട്. അറിയാടാ ആ പാട്ട്. അതായത് ബേസിലിനും അരുണിനും വിഷ്ണു വിജയ്ക്കും അറിയാത്ത ആ പാട്ട് ഏതാണ്? എങ്കിൽ ഞാൻ അതൊരു പാട്ടല്ല, അത് സിനിമയിലൊരു ഇത് കമന്റ് സെക്ഷനിൽ ഇടട്ടെ, ഇങ്ങനെ ഒരു പാട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഉണ്ടെന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ എനിക്ക് എന്ത് തരും? അങ്ങനെ ഒരു പാട്ട് സിനിമയിലുണ്ടെങ്കിൽ ഞാൻ എന്റെ തല മുട്ടയടിക്കും. സിനിമയിലുണ്ടോന്നല്ല ഞാൻ ചോദിച്ചത്, ഇങ്ങനെ ഒരു പാട്ട് ശരിക്കും ഉണ്ടോന്നുണ്ടോ അറിഞ്ഞു കഴിഞ്ഞാൽ. ശരിക്കും ജീവിതത്തിലോ? ജീവിതത്തിലല്ല, ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ സാധ്യമോ എന്ന് പറഞ്ഞൊരു പാട്ട്, ഇവിടെ വാസം അങ്ങനെ ഒരു പാട്ടുണ്ടോ? ഫോൺ എടുത്ത് തപ്പുന്നു. അങ്ങനെ പാട്ടൊന്നും ഇല്ല. ആരാ ഇവിടെ ഫെസ്റ്റ് സാധ്യമോ എന്നൊക്കെ പറഞ്ഞ ആരെങ്കിലും അങ്ങനെ പാട്ടുണ്ടാക്കും? ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തലമുട്ട അടിക്കോ? ഇത് കഴിഞ്ഞാൽ തലമുട്ട അടിക്കണം. എന്തൊരു മുട്ട അടിക്കും? മുഴുവൻ അടിക്കോ? ഇല്ല അങ്ങനെയൊന്നുമില്ല, അതെനിക്ക് അറിഞ്ഞൂടാ ആക്ച്വലി. അങ്ങനെ അതൊക്കെ ഫെസ്റ്റ് സാധ്യമോ എന്നും പറഞ്ഞുണ്ടോ എന്നുള്ളതാണല്ലോ നമ്മുടെ ചോദ്യം. മറ്റേതുണ്ട്, അതിൽ നിന്നാണല്ലോ ഇത് എഴുതിയത്. അപ്പൊ പിന്നെ ഇൻവാലിഡ് ക്വസ്റ്റ്യൻ. അതൊക്കെ ഫെസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു വാക്ക് അതിന്റെ അകത്ത് ഇല്ല, അങ്ങനെ ഒരു കവിതയും ഇല്ല. എനിക്ക് എന്തിന്റെ ആവശ്യം? അതാണ്. റിയയെ സംബന്ധിച്ച് ഈ ഒരുപാട് പേരുടെ ഇത്രയും പേരുടെ കൂടെ അഭിനയിച്ചതിനകത്ത് ഏറ്റവും അച്ചടക്കവും അല്ല അത് റിയയോട് ചോദിക്കാമല്ലോ. അച്ചടക്കമുള്ള ഇവർ മാത്രമല്ല, നിവിൻ പോളിയുടെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്. ഇനി ഒരുപാട് പേരുടെ കൂടെ അഭിനയിക്കാൻ കമ്പാരിസൺ ടൈപ്പ്. എല്ലാ ചോദ്യത്തിലും കമ്പാരിസൺ. ഇല്ലാത്ത ആരെങ്കിലും നിവിൻ പോളി, ബേസിൽ ജോസഫ്, ഇതിൽ ആരുടെ തട്ടാണ് താന്നിരിക്കുന്നത്? മൈ ഗോഡ്, നോ കമ്പാരിസൺ. രണ്ടുപേരും രണ്ട് രീതിയിൽ അടിപൊളിയാണ്. ഏത് രീതിയിലാണ് അടിപൊളിയായിട്ടുള്ളത്? വലിയ കഷ്ടമായല്ലോ. എല്ലാ രീതിയിലും അടിപൊളിയാണ്. സൂപ്പർ, നല്ല ചോദ്യം. ശരിക്കും ഷാനികനോട് ഈ സിനിമയിൽ അഭിനയിക്കണം എന്ന് പറഞ്ഞത് ആരായിരുന്നു? അല്ല പാട്ടൊക്കെ എഴുതി സൈഡിലിരുന്നാ പോരെ അഭിനയിക്കണോ എന്ന്? പാട്ടൊക്കെ എഴുതി സൈഡിലിരുന്നാ പോരെന്നോ? അഭിനയിക്കണോ എന്ന് ചോദിച്ചത് ആരായിരുന്നു? വിനീതായിരുന്നു. ശരിക്കും സത്യം പറ, വിനീത് തന്നെയായിരുന്നോ? വിനീത് കുറെ കാലമായിട്ട് അറിയാവുന്ന ആളല്ലേ, അപ്പൊ വിനീത് അങ്ങനെയുള്ള സാഹസമൊക്കെ ചെയ്യൂ? ഇല്ല, ആരുമല്ല, ഷാനിക തന്നെയാ എനിക്ക് ഒരു റോൾ. ഒന്നാമത് ഈ പടത്തിന്റെ കാര്യം എനിക്ക് യാതൊരു പിടുത്തവും ഇല്ലായിരുന്നു. സത്യം പറയുന്നു. അല്ല സത്യമായിട്ടും ഞാനത് ഇന്നലത്തെ ഇന്റർവ്യൂസിലൊക്കെ ഞാൻ പറഞ്ഞു. കാരണം എൻ്റെ കോൺസേർട്ടിന്റെ ഇന്റർവ്യൂ ഉണ്ടായിരുന്നു ആ സമയത്ത്. പിന്നെ ആ കോൺസേർട്ടിന്റെ ഇന്റർവ്യൂയുടെ ഇടയിൽ വിനീത് എന്നോട് പറഞ്ഞു, അല്ല വിനീതല്ല, ഇന്റർവ്യൂർ എന്തോന്ന് ചോദിച്ച സമയത്ത് വിനീത് പറഞ്ഞു, ഇവനെ വെച്ചിട്ട് ഒരാൾ ഒരു സ്ക്രിപ്റ്റ് എഴുതുന്നുണ്ട്. ഷാൻ റഹ്മാനെ വെച്ചിട്ടോ? ഷാൻ റഹ്മാനെ വെച്ചിട്ടല്ല, ഇവനെ വെച്ചിട്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, ആര് എന്ത്? ഇല്ലല്ല, അത് നീ നിനക്ക് വഴിയെ മനസ്സിലായിക്കോളൂ എന്ന് പറഞ്ഞു. അപ്പോഴും എനിക്കിത് ആരാണെന്ന് ഞാൻ ചോദിച്ചിട്ട് അവനും കാര്യം. പിന്നെ ജിയോ ബേബി എന്നെ ജിയോ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, നിങ്ങളുടെ ഒരു കഥ, നിങ്ങളെ വെച്ചിട്ടുള്ള ഒരു സംഭവം ഞാൻ കേട്ടു, ഇത് അങ്ങനെയാണ് ഇങ്ങനെയാണ് അടിപൊളിയാണ് ഇങ്ങനെ. അപ്പോഴും ഇതിന്റെ അണിയറ പ്രവർത്തകർ എന്നോട് ഒന്നും പറയുന്നില്ല. ഞാൻ ജിയോനോട് ചോദിച്ചു, ഇത് നിങ്ങൾ എന്നെ തന്നെയാണോ ഉദ്ദേശിച്ചത്? നിങ്ങളെ തന്നെയാണ് ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞു. പിന്നീടാണ് ഉറക്കമില്ല, ഊണില്ല അല്ലേ, ചെറുതായിട്ട് ഊണും ഉറക്കമൊക്കെ ഉണ്ടായിരുന്നു. പിന്നീടാണ് ഈ പറഞ്ഞ പോലെ ബേസിലല്ല, എന്നെ അരുൺ ആണ് വിളിക്കണേ. അരുൺ വിളിച്ചിട്ട് ഇങ്ങനെ ഒരു ഐറ്റം ഉണ്ട് എന്ന് പറഞ്ഞ് കാര്യങ്ങളൊക്കെ പറയുന്നു. പിന്നീടാണ് ഞാൻ ബേസി അങ്ങോട്ടേക്ക് വിളിച്ചിട്ട് ഊണില്ല ഉറക്കില്ല, അത് സത്യം. അതുകൊണ്ടാണ് ആരാന്ന് അറിയാൻ പറ്റാഞ്ഞിട്ട് എന്താന്ന് അറിയാൻ പറ്റാ, അതുകൊണ്ടല്ലേ വിളിച്ചത്.
സത്യം പറ അല്ലേ? സമ്മതിച്ചു കൊടു. അതെ അതെ സത്യം. ഞാൻ ആക്ച്വലി ഒരുപാട് ബുദ്ധിമുട്ടി ഉണ്ണാനും ഉറങ്ങാനും. അവതേക്ക് ബേസി എന്ത് പറഞ്ഞു? ഷാനിക ഇല്ലാതെ ഈ സിനിമയില്ല, വിനീതേട്ടൻ ഇല്ലാതെ ഈ സിനിമയില്ല, അങ്ങനെ തന്നെ പറഞ്ഞു കൃത്യമായിട്ട്. പിന്നെ ഈ സിനിമയ്ക്ക് ഇവര് വേണം. അത് കഴിഞ്ഞ് അഭിനയിച്ചു തുടങ്ങിയപ്പോഴും ഇത് തന്നെ തോന്നിയായിരുന്നു? സൈലൻസ്. ഇല്ല അഭിനയിച്ചു തുടങ്ങിയപ്പോഴും ഇങ്ങനെ തന്നെ തോന്നിയായിരുന്നു. നല്ലായിരുന്നു, സൂപ്പറായിരുന്നു. ഇല്ല ഷാനിക ആക്ച്വലി അടിപൊളിയായിട്ടുണ്ട് ഈ സിനിമയിൽ. ഭയങ്കര രസമുണ്ട്. ലൈക്ക് ഷാനിക പേടിയാവുന്നു ഇത് കേൾക്കുമ്പോഴും. ഷാനിക്കയ്ക്ക് ഇത്രയും കഴിവുകളുണ്ടെന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു ആക്ച്വലി. അപ്പൊ നമ്മൾ ഷാനിക്കേനെ വരുന്നു, ഷാനിക്ക അങ്ങനെ ഒരു രസമായിട്ട് ചെയ്യുന്നു ചെയ്തു. പക്ഷെ ഷാനിക്ക ഒരു ഏരിയ കൊണ്ടുപോയി. വാ പിന്നെ ഭയങ്കര അടിപൊളിയായിട്ടുണ്ട് ആക്ച്വലി. വിനീതേട്ടൻ വരെ ഞെട്ടിപ്പോയി. ഷാന നീയാ നീങ്ങളാ, ഞാൻ കണ്ട ഷാൻ ഇങ്ങനല്ല എന്നൊക്കെയുള്ള മൂടായിരിക്കും. പക്ഷെ ഭയങ്കര രസമുണ്ടായിരുന്നു. ലൈക്ക് അവൻ ഞാൻ ബലാത്സംഗം ചെയ്യുന്നതല്ലേ കണ്ടിട്ടുള്ളൂ വർഷങ്ങൾക്ക് ശേഷം. അതും കൂടെ പറ, ഇല്ലെങ്കിൽ മറ്റേ ഇവര് മറ്റേ സാധനം അടിക്കും, മറ്റേ തമ്മനയിൽ അടിച്ചിറക്കും. വർഷങ്ങൾക്ക് ഒന്നുകൂടെ റീഫ്രൈസ് ചെയ്തത്. വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയിൽ ഞാൻ അങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്യുന്നതായിട്ടാണല്ലോ വിനീത് ശ്രീനിവാസൻ കണ്ടിട്ടുള്ളത്. വർഷങ്ങൾക്ക് ശേഷത്തിൽ ആ ഒരു റോള് മാത്രമല്ല അവൻ കണ്ടിട്ടുള്ളൂ. ഇത് വളരെ വ്യത്യസ്തമായ ഒരു റോളിൽ അവൻ എന്നെ കണ്ടപ്പോൾ അവന് അല്ലാതെ ചുമ്മാ വന്ന് ഇങ്ങനെയൊക്കെ വിളിച്ചു പറഞ്ഞ എന്റെ ഷാനിക്ക ഇത് ആർക്കാ നമ്മൾ ഇരുന്ന് കൊടുക്കണമെന്ന് നിങ്ങൾക്ക് വല്ല ഐഡിയ ഉണ്ടോ? ഇതൊക്കെ ഒരു നിമിഷത്തേക്ക് ഞാനത് മറന്നു. ഇതൊക്കെ നാളെ വാർത്ത വരും കേട്ടോ. നാളെയോ? എന്റെ പൊന്നുമോളെ നിന്റെ സൈറ്റിൽ ഇന്ന് രാത്രി വരും. എനിക്ക് സൈറ്റ് ഇല്ല. സൈറ്റ് അല്ലടോ, സൈറ്റാ, യൂട്യൂബ് ചാനൽ. അതാണ്. സെറിനോട് ചോദിക്കട്ടെ, സെറിന് ഈ പറഞ്ഞ എല്ലാവരിലും ഏറ്റവും നന്നായിട്ട് അഭിനയിച്ചു എന്ന് തോന്നിയ സെറിൻ കഴിഞ്ഞ എല്ലാവർക്കും പാര തന്നെ. അത് കമ്പാരിസൺ. അവനാണോ ഇവനാണോ, ഇവനാണോ അവനാണോ തോന്നിയതാരെ? എല്ലാവർക്കും അവരുടേതായ ക്വാളിറ്റീസ് ഉണ്ടല്ലോ. എല്ലാവർക്കും ഷൈൻ ചെയ്യാനുള്ള അവരുടേതായ ഒരു സ്പേസും ഉണ്ട്, കിട്ടിയിരുന്നു. ആണ് നമ്മൾ ഈ കാണുന്ന ഈ ജിൽ ആയിട്ടുള്ള റിയ ഷിബുനെയാണോ ഷൂട്ടിംഗ് ലൊക്കേഷനിലും കാണാൻ പറ്റിയിട്ടുള്ളത്? വേറെ മറ്റേ പേരും കൂടെ പറ. ഒറ്റയ്ക്ക് റിയനെ മാത്രം പറയുന്നത്. എന്നെ കമ്പയർ ചെയ്യാൻ സാധാരണ വേറെ ആരെങ്കിലും വേണമല്ലോ. റിയ ആണോ സെറിനാണോ കൂടുതൽ നന്നായിട്ട് അഭിനയിച്ചതെന്ന് സെറിന് എന്ത് തോന്നുന്നു എന്ന് സെറിന്റെ അടുത്ത് ചോദിക്കും. അതാണല്ലോ അതിന്റെ ഒരു രീതി. അല്ലാത്ത പേഴ്സണാലിറ്റിയിൽ വേറെ കുറെ ഷെയ്ഡ്സ് ഉണ്ട് റിയക്ക്. അതെല്ലാം ആണോ? കണ്ടിട്ടുണ്ട്. മറ്റൊരു ദിവസത്തിൽ എല്ലാ ഷെയ്ഡ് കണ്ടോ? ഗ്രേ ഷെയ്ഡ്സ് ഒക്കെ ഉണ്ടായിരുന്നോ റിയക്ക്? സത്യം നമ്മള് കാണുമ്പോ ഒരു റെഡ്. ഞാനും അതിലേക്കാ പോയത്. ഞാൻ ആക്ച്വലി കണ്ടത് യെല്ലോ കരേര. മനസ്സിലായില്ല. ഗ്രേ ഷെയ്ഡേ കണ്ടുള്ളൂ. ആക്ച്വലി ഒരു റെഡും ഒരു യെല്ലോ. ആണല്ലേ? അതായത് ഈ അതിരടിയിലേക്ക് വന്നപ്പോഴത്തേക്ക് റിയയെ കുറിച്ച് ആൾക്കാർക്ക് ഭയങ്കര എക്സ്പെക്ടേഷൻസ് അല്ലേ? അപ്പൊ ആ എക്സ്പെക്ടേഷൻ ആ ഒരു ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. അഫ്കോഴ്സ് ലൈക്ക് ദർ കുഡ് ബി എക്സ്പെക്ടേഷൻ സർവമായ കഴിഞ്ഞിട്ട്. പക്ഷെ ദെൻ അഗൈൻ ലൈക്ക് നമ്മൾ ചെയ്യുന്ന ക്യാരക്ടർ ഇസ് ഡിഫറെൻറ്റ് ഇൻ ഈച്ച് ഫിലിം, റൈറ്റ്? അപ്പോൾ അതിരടിയിൽ ഈ ക്യാരക്ടറിന് എന്തൊക്കെയാണ് റിക്വയർ ചെയ്യുന്നത്, ഈ ക്യാരക്ടറിനുള്ള ആ ഒരു സ്പേസിൽ ഐ ഫീൽ ലൈക്ക് ഐ ഡിഡ് മൈ ബെസ്റ്റ്. ആണ്. മുറക്കാമി കണ്ടിട്ടുണ്ടോ? അല്ല കേട്ടോ, വായിച്ചിട്ടുണ്ടോ? അതാരാ അഭിനയിച്ച? ആരാ നായകൻ? മുറാക്കാമി. മുറക്കാമി ശരിക്കും വായിച്ചിട്ടുണ്ടോ? മുറകാമി ഞാൻ ആക്ച്വലി ശരിക്കും വായിച്ചിട്ടില്ല. വായിച്ചിട്ടുണ്ടോ? ഞാൻ വായിച്ചിട്ടുണ്ട്. പിന്നെ എത്ര തവണ നോർവീജിയൻ വൂഡ്സ്, മുറാക്കാമി. എന്നിട്ട് കഥ പറ. അത് തന്നെ കഥ എന്റെ അടുത്തല്ലല്ലോ ചോദിച്ചത്, നിന്റെ അടുത്തല്ലേ ചോദിച്ചു. എന്തിനാ എന്റെ അടുത്ത്? സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് മുറക്കാമി വായിക്കുമെന്നൊരു ആഗ്രഹമുണ്ടോ? ചേച്ചി വയ്യേ, ഫുഡ് കഴിച്ചില്ലേ? ബിഗ് ഇടാറുണ്ടോ? ബിഗ് ഇടാൻ ആഗ്രഹമുണ്ടോ? ബിഗ് എപ്പോഴും ഞാൻ വരുന്നുണ്ട്. പല്ലില് ക്ലിപ്പ് ഇടാൻ ആഗ്രഹം ഉണ്ടോന്ന് ചോദിച്ചിട്ട് ഞാൻ വരുന്നുണ്ട്. വീണ പറയടാ. ഓക്കെ, എന്താണ് ചോദ്യം? ഇനി മുറക്കാമി മുറകാമി വായിക്കാൻ ആഗ്രഹമുണ്ടോ? സിനിമ ഇറങ്ങണതിന് മുമ്പ് മുറാക്കാമി വായിക്കും. ആക്ച്വലി സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് മുറകാമി വായിച്ചിട്ടായിരിക്കും ഞാൻ കാണാൻ പോകുന്നത്. ആണ്. ഇത് ഇനി അടുത്തൊരു ഇന്റർവ്യൂ വരുമ്പോ ആരെങ്കിലും ചോദിക്കും കേട്ടോ, അത് കഴിഞ്ഞിട്ട് സിനിമ ഇറങ്ങി കഴിഞ്ഞിട്ട്. ഓ പ്ലീസ്, ഞാൻ ചേച്ചിനെ മെസ്സേജ് പറയാൻ പറയരുത് കേട്ടോ. ഇല്ലേ? ഇല്ല 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 ഇല്ല. മുറാക്കാമി വായിക്കുവോ സിനിമ ഇറങ്ങണതിന് മുമ്പ്? ഓ ഞാൻ വായിക്കാം. ടേക്ക് ഇറ്റ് ആസ് എ ചാലഞ്ച്. ഓ മൈ ഗോഡ്, വീണ കാരണം ഒരാൾ മുറകാമി വായിക്കും.
കമ്മീഷൻ വല്ലതും കിട്ടും അവരുടെ കയ്യിന്ന്? പറഞ്ഞിട്ടുണ്ട് ഞാൻ, ഇത് കഴിഞ്ഞിട്ട് വേണം വിളിക്കാനായിട്ട്. ഷാനിക്ക ഉറങ്ങിയോ? തലവേദന എടുത്തിട്ട് പുള്ളിക്ക് വയ്യ. ഷാനിക്ക എന്താ ഉറക്കം വരുന്നുണ്ടോ? ഇല്ലല്ല, ഞാൻ ആ ചോദ്യം കേട്ടിട്ട് അല്ലേ? എന്തോ വായിച്ചിട്ടുണ്ടോ? അതെ അതെ അതെ, ഷാനിക്ക വായിച്ചിട്ടുണ്ട്. ഷാനിക്ക വേർക്കാൻ തുടങ്ങി. എനിക്ക് എഴുതാനല്ല അറിയുള്ളൂ, എനിക്ക് വായിക്കാൻ അറിയില്ലല്ലോ. ഇരുന്ന് വേർക്കാന്നൊക്കെ പറയുന്ന കേട്ടിട്ടില്ലേ? അതാണ് സത്യം. ഈ മെയ് 14 എന്ന് പറയുന്ന സിനിമ ഇറങ്ങുന്ന ദിവസം തന്നെ തലേ ദിവസം ഉറങ്ങാൻ പറ്റുന്നില്ല, ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല, അങ്ങനെ ടെൻഷൻ അടിക്കുന്ന നിങ്ങൾ ആരായിരിക്കും? അത് എന്തുകൊണ്ടായിരിക്കും? അഭിനയ ആൾക്കാർ എങ്ങനെ സ്വീകരിക്കുന്ന ഓർത്തിട്ടാണോ? തീർച്ചയായിട്ടും ആണോ? ഇനി ഷാനികയിൽ ഒരു വളർന്നു വരുന്ന വലിയ നടനെ നമുക്ക് കാണാൻ പറ്റുമോ അതിരടിയില്? ഓൾറെഡി വളർന്നു വലുതായില്ലേ, ഇനിയിപ്പോ ഇനി കൂടുതൽ എന്ത് വളരാനാ? വയസ്സായെന്നാണോ ഷാനിക പറഞ്ഞേ? നീ ഒന്ന് പറഞ്ഞു എന്നെ ഇല്ല, അടക്ക് അവിടെ അവിടെ പറയണോ എന്തെങ്കിലും? ആ ബേസിലിനെ കുറിച്ച് ആരോടും പറയാത്ത ആ ഭീഷണിപ്പെടുത്തുന്ന സാധനം നമുക്ക് പറയാം. ഇല്ല, ഇറ്റ്സ് ഓക്കെ. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ ബേസിൽ ഇതിപ്പോ വളരെ യങ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആയിട്ടാണല്ലോ. നിൽ അവിടെ നിർത്തിക്കോ. ഷാനിക്ക തിരക്കുള്ള നടനായി മാറും, അതിലൊരു സംശയമില്ല. ഇല്ല, എനിക്ക് പറയാം. ഇല്ല, വേണ്ട. നിങ്ങൾക്ക് വേണ്ടി ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഞാൻ പറയും. ഉറപ്പായിട്ടും സൂപ്പർ ആയിട്ടുണ്ട്. ഷാനിക്ക പോലത്തെ ഒരു നടൻ ഇല്ല. ഷാനിക്ക തിരക്കുള്ള ഒരു നടൻ, വളർന്നു വരുന്ന ഒരു വലിയ നടനാണ് ഷാനിക്ക. ഇപ്പൊ അത് കുഞ്ഞു സ്റ്റേജിലാണ് ഇപ്പൊ ഷാനിക്കയുടെ നടൻ എന്നുള്ള രീതിയിലുള്ള ഒരു സ്റ്റേച്ചർ. ബേസിലിനെ കുറിച്ചുള്ള എന്ത് ഭീഷണിപ്പെടുത്തുന്ന കാര്യമാണ് ഷാനിക്കയ്ക്ക് അറിയാവുന്നത്? അത് ഒരുവിധമല്ല. അതെനിക്ക് മനസ്സിലാവുന്നുണ്ടോ? ഇല്ലല്ല, ബേസിൽ എന്താ നിങ്ങൾ പറയാൻ പ്ലാൻ ചെയ്ത്? എന്നാ അത് പോയി പറ. ഇല്ല, അതൊക്കെ എടാ, നമ്മുടെ രഹസ്യങ്ങളൊക്കെ നമ്മൾ തമ്മിൽ മതി. ചുമ്മാ നിങ്ങൾ അനാവശ്യമായിട്ട് എന്നെ വെറുതെ പ്രഷറിലാക്കല്ലോ. നിങ്ങൾ എന്താന്ന് വെച്ചാ പറഞ്ഞു തൊലക്കി പറ. നമുക്ക് സിനിമയെ കുറിച്ച് പറയാം. എനിക്ക് വളർന്നു വരുന്ന നടന് ഇനി ഒരുപാട് സിനിമകൾ കിട്ടണം, ഒരുപാട് സിനിമകളിൽ അഭിനയിക്കണം. വളർന്നു വരുന്ന നടന് ഇനി ഒരു സിനിമ സാധ്യമോ? യെസ്, ദാറ്റ്സ് എ ക്വസ്റ്റ്യൻ. വളർന്നു വരുന്ന നടനോ കാര്യങ്ങളോ ഇതൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ഇതിനകത്ത് ഞാൻ ചെയ്ത പരിപാടി എനിക്ക് ഭയങ്കര ഇഷ്ടം. ഇനി ഈ പരിപാടി തുടരാനായിട്ട് ആഗ്രഹമുണ്ട്. തീർച്ചയായിട്ടും, ഉറപ്പായിട്ടും. കാരണം ഞാൻ ഈ ഒരു പ്രോസസ്സ് ഞാൻ ഭയങ്കരമായിട്ട് ഞാൻ എൻജോയ് ചെയ്തത്. കാരണം ചുറ്റുള്ളത് എല്ലാവരും പരിചയമുള്ള ആളുകളാണ്. പിന്നെ ആ ഒരു വൈബ് എന്ന് പറയുന്നത് ഭയങ്കര പോസിറ്റീവ് ആയിട്ടുള്ള വൈബാണ്. സീരിയസ് നോട്ട്, ഷാനിക്ക ഭയങ്കര രസമായിട്ട് ചെയ്തിട്ടുണ്ട്. ആക്ച്വലി സത്യം, അമ്മയാണ് സത്യം. ഈ പല്ലിന് ക്ലിപ്പിട്ട് കഴിഞ്ഞുണ്ടായ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് എന്തായിരുന്നു? പല്ലിന് ക്ലിപ്പിട്ടു. പല്ലിന്റെ ഈ സാധനങ്ങൾ ഇവിടെയൊക്കെ തട്ടുമ്പോ മുറിയുമല്ലോ, അതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. എത്ര ദിവസം അങ്ങനെ പല്ലിന് ക്ലിപ്പിടേണ്ടി വന്നു? ഒരു 15 ദിവസം. ഓ, അത്ര ഉണ്ടായല്ലേ? പക്ഷെ അല്ലാതെ മുമ്പ് ഞാൻ പണ്ട് ചെറുപ്പത്തിൽ ക്ലിപ്പിട്ടിട്ടുണ്ട്. അല്ല, ഈ പല്ലിന് ക്ലിപ്പ് കണ്ടിട്ടില്ല എന്റെ അശ്വമേധത്തിലെ പല്ല് ഇങ്ങനെ ഇരിക്കണം. അതിൽ നിന്ന് ഇവിടെ എത്താൻ തന്നെ പല്ല് നടന്നു വന്നു വിചാരിച്ചു. തന്നെ പല്ല് പുറകോട്ട് പോയി. പല്ലിന് കുറച്ച് കഴിഞ്ഞപ്പോ തോന്നി മടുത്തു ഓടി, തിരിച്ചു നടക്കാം, ഇനി കുറച്ച് ബാക്കോട്ട് നടക്കാം എന്ന് പറഞ്ഞ് പോയിരുന്നു എന്ന് വിചാരിച്ചു. പണിയെടുത്തു, പിന്നല്ലാതെ. ഇനി വീട്ടിൽ പോവാൻ. ഓ, നാക്കണ്ട്. ഓ, അതിന്റെ അടുത്ത് പോയിരിക്കാം എന്ന് പറഞ്ഞ. അങ്ങനെ പോയിരുന്നു, നേരെയായതാ. അല്ലാണ്ട് ഞാൻ കമ്പ്യൂട്ടറില്ല, ക്ലിപ്പൊന്നും ഇട്ടിട്ടില്ല. അതിന്റെ ആവശ്യമൊന്നും എനിക്കുണ്ടായിട്ടില്ല. പല്ലിന് ക്ലിപ്പ് ഇട്ടിട്ടുണ്ട്. അപ്പൊ നല്ല വേദന എടുത്തിട്ടുണ്ട്. പിന്നെ പല്ല് പറിച്ചിട്ടൊന്നുമില്ല, മാന്യമായിട്ട് തന്നെ ക്ലിപ്പിട്ടത്. അങ്ങനെ പല്ല് പറിച്ച് ക്ലിപ്പിടേണ്ട ഗതികളൊന്നും എനിക്കുണ്ടായിട്ടില്ല. നിനക്ക് ഈ ക്ലിപ്പിട്ട് മതിയായി. ലെറ്റ്സ് ഗോ.
വേറെ എന്തെങ്കിലും ചോദിക്കും, കുറച്ച് ക്രിയേറ്റീവ് ആയിട്ട് വല്ല ആരും ക്ലിപ്പിട്ടില്ല. ഒരു മിനിറ്റ്, ഇപ്പൊ തീർത്തരാം. നീ ക്ലിപ്പിട്ടുണ്ടോ? അപ്പോഴേ 2 പല്ല് പറിച്ചോ, അതോ അങ്ങനെ പല്ല് പറിക്കട്ടെ ഗതികേടൊന്നും വന്നിട്ടില്ലെന്നാണോ? ഓക്കെ, വേറെ ആരും ക്ലിപ്പിട്ടില്ല. ഇല്ല, അത് അവളിട്ടിട്ടുണ്ടെന്ന്. ഇല്ലടാ, എല്ലാരും ക്ലിപ്പിട്ടറുണ്ട്. ഞാൻ ആക്ച്വലി പല്ല് പറിച്ചിരുന്നു. അല്ലേ 2 പല്ല്? ബാക്കിലെ 2 പല്ല് എനിക്ക് തിരിച്ച് പോവാൻ പറ്റിയില്ല. എനിക്ക് പറിക്കേണ്ടി വന്നു, അപ്പൊ തിരിച്ചു പോകുമല്ലോ. പല്ല് തിരിച്ചെവിടെയും പോകാൻ പറ്റില്ല, അവിടെ തന്നെ. അല്ല, അതുകൊണ്ട് ഞാൻ ചോദിക്കാൻ വന്ന എന്താണെന്നറിയോ, അതുപോലെ ഇപ്പൊ പല്ല് കിട്ടാൻ നേരത്തെ 2 പല്ല് പറിച്ചോ എന്നുള്ളതായിരുന്നു. എന്ത് പറ്റി വീണ? ഫുഡ് കൊടുക്കണേ ആരെങ്കിലും ഇതിന്? ഭക്ഷണം ഓറഞ്ച് ജ്യൂസോ എന്തെങ്കിലും ഗ്ലൂക്കോസോ മരുന്നോ പല്ല് പറിച്ചോ എന്നൊക്കെ. ഇത് വരാതിരിക്കാൻ വല്ല മരുന്നും വല്ലതും എടുക്കാറുണ്ടോ? മെഡിസിൻസ് അങ്ങനെ എന്തെങ്കിലും ഉച്ചക്കത്ത് കഴിക്കാൻ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറ. ഉപ്പുവെള്ളം കൊടുക്കും. ഇതൊക്കെ ശാരികയ്ക്ക് കൃത്യമായിട്ട് അറിയാൻ എന്തുകൊണ്ടായിരിക്കും? കാരണം ഇതുപോലത്തെ പല ആളുകളുമായിട്ട് ഞാൻ ഡീൽ ചെയ്യുന്നുണ്ട്. അവർക്ക് സോഡിയം വേണം. എടാ സോഡിയം കൊടുക്കണം. ആരുടെ സോഡിയം ഉള്ളത്? കുറച്ച് ഫൈബർ എടുത്താലോ? ഫൈബർ അല്ല, ചിലപ്പോ അതൊക്കെ ആയിരിക്കും, എനിക്ക് അറിഞ്ഞൂടാ. വെറുതെ മഗ്നീഷ്യം ആയിരിക്കും അല്ലേ? മലയാള സിനിമ പ്രൊഡ്യൂസ് ചെയ്യോ? പ്രൊഡ്യൂസിങ് ഞാനിനി ഐ തിങ്ക് കുറച്ച് നാളും കഴിഞ്ഞിട്ട് ആയിരിക്കും. ഐ വോണ്ട് ടു എക്സ്പ്ലോർ മോർ ക്രിയേറ്റീവ് സൈഡിൽ ആൻഡ് പെർഫോമൻസിലൊക്കെ. സോ അത് കഴിഞ്ഞിട്ട് കുറച്ചാളും കഴിഞ്ഞിട്ട് ഞാൻ കുറച്ചും കൂടെ ഒരു ക്ലാരിറ്റി ആവുമ്പോൾ പ്രൊഡക്ഷനിലോട്ട് പോവാന്നാണ് വിചാരിച്ചത്. പറയാതിരുന്നത് നന്നായി. വളരെ മോശമായിരുന്നു അത് വന്നോണ്ടിരുന്നത്. ഒന്നുമില്ല. അല്ല, അത് നുള്ളിക്കളഞ്ഞു നമ്മള് മൊബൈലില്. ഒരു ബാഡ് ജോക്ക് വാസ് ഇൻകമിങ്. ഞാൻ അപ്പൊ തന്നെ ഷാനിക്ക ഒരു നോട്ടി ബോയ് ആണോ? ഇല്ല അങ്ങനെ ഞാൻ പറയൂ ഷാനിക്ക. ഒരു എല്ലാം പറയും. ഇല്ല, നോട്ടി ജോക്ക് ഒന്നും അല്ലായിരുന്നു. അല്ല, നോട്ടി ബോയ് ആണോ? അല്ല. ബേസിക്കലി ഭയങ്കര സീരിയസ് ആയിട്ടുള്ള മെച്ചുവേർഡ് ആയിട്ടുള്ള അങ്ങനത്തെ ഒരാളാണോ? പൊന്നു വീണ കുറച്ചുകൂടെ വീണ ചോദിക്കുന്നത് ഞാൻ കുറച്ച് നോട്ടി അല്ലാത്ത കുറച്ച് ചോദ്യങ്ങൾ ആദ്യം ഒരു നോട്ടി പോയാണോ? ആണോ? അല്ലെന്ന് ഇത് എന്താ നടക്കുന്ന ഇവിടെ? ചേച്ചി തന്നെ പറ. എനിക്ക് അറിയാൻ പറ്റുന്നില്ല ഇവിടെ എന്താ നടക്കുന്നതെന്നുള്ളത്. ഇനി നമുക്ക് അതിരടി സിനിമയിലേക്ക് സോട്ടിയം കലക്കി കുടിക്കാൻ പോകുന്നത്. അതിരടി സിനിമയെ കുറിച്ച് സെറിന്റെ ഒരു പ്രതീക്ഷ എന്താണ്? സെറിനിലേക്ക് പോയാൽ സീരിയസ് ആവും എന്നുള്ളൊരു അത് മനസ്സിലായി. ഈ യുവന്മാരുടെ അടുത്തോട്ട് നിന്നാൽ ശരിയാവില്ല. കൂട്ടത്തില് വിവരമായിട്ട് സംസാരിക്കാൻ പറ്റുന്ന ഒരാളുള്ളത് എനിക്ക് സന്തോഷമുള്ള ഒരു കാര്യമാണ്. ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നല്ല ഫണ്ണും നല്ല എനർജിയും വൈബും ആയിരുന്നു. അപ്പൊ അതേ ഫണ്ണും എനർജിയും വൈബും ഓഡിയൻസിനും എക്സ്പീരിയൻസ് ചെയ്യണമെന്നാണ് എന്റെ ആഗ്രഹം. ഈ സിനിമയിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിയത് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു? ഞാൻ ബുദ്ധിമുട്ടിയതോ? ഐ മീനോ? അല്ല, ഞാൻ ജസ്റ്റ് ആലോചിക്കട്ടെ. ഇനി അതിൽ കയറി പിടിക്കരുത്. ഉത്തരം പറയട്ടെ. സോൺ ഔട്ട് ആയി പോയി. അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഞങ്ങള് കൊടുത്തിട്ടില്ല. ഞങ്ങൾ അങ്ങനെ നല്ല കംഫർട്ട് ആയിരുന്നു. അതെ, നല്ല പ്രൊഡക്ഷൻ ആയിരുന്നു സിനിമ ചെയ്തത്. ബേസിക്കലി അതാണ് പ്രൊഡക്ഷൻ. ആർട്ടിസ്റ്റുകൾക്ക് ഒരു ബുദ്ധിമുട്ടും ഞങ്ങൾ ഉണ്ടാക്കി കൊടുത്തിട്ടില്ല. ഓരോ ഷോട്ട് ആർക്കും ബുദ്ധിമുട്ടൊന്നും വേണ്ട. എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടായിരുന്നു. അതെ, ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നിയില്ല. ഉണ്ടായിട്ടില്ല. ഭയങ്കരമായിട്ടുള്ള ഈ ഇടി സീക്വൻസ് ഒക്കെ ചെയ്തപ്പോഴത്തേക്കും എവിടെയെങ്കിലും അന്നേരം എനിക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അത് ചോദിക്കാൻ വരായിരുന്നു. അപ്പൊ എന്തൊക്കെയായിരുന്നു ബുദ്ധിമുട്ടുകൾ? കയ്യും കാലം ഒടിയ അങ്ങനെ എന്തൊക്കെ? അത്രയ്ക്കൊന്നുമില്ല, അങ്ങനത്തെ ഭയങ്കര ഇടിയൊന്നുമില്ല ഈ സിനിമയിൽ. ബേസിക്കലി ഇതൊരു കോമഡി എന്റർടൈനർ. അതിന്റെ ഇടയിൽ കുറച്ച് ഇടി വരുന്നുണ്ട്. അല്ല അടി അങ്ങനൊന്നുമില്ല. അതിരടി എന്നുള്ളത് അടിപൊളി എന്നുള്ള ഒരു തമിഴ് അങ്ങനത്തെ ഒരു അർത്ഥം വരുന്നൊരു തമിഴ് വേർഡാണ്. അപ്പൊ അല്ലാതെ അടി മാത്രമല്ല, ഐ മീൻ ലൈക്ക് അതിരടിയാണ്. അപ്പൊ അതൊരു ലൈക്ക് ഇങ്ങനെ കുറെ തമാശകളും അതൊന്നും അതിന്റെ ഇടയിൽ കുറച്ച് അടി അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. ബേസിക്കലി ഇതൊരു കോളേജ് ക്യാമ്പസിന്റെ അകത്ത് നടക്കുന്ന കോമഡികളും ക്യാമ്പസിന്റെ അകത്ത് ഒരു ഫെസ്റ്റ് നടക്കുന്ന ആ ഫെസ്റ്റിന്റെ ഇടയിലേക്ക് വരുന്ന പ്രശ്നങ്ങളും അതിന്റെ ഇടയിൽ വേറെ ഒന്നും ചോദിക്കില്ല ഈ പെണ്ണ്. അതുകൊണ്ട് ഇതിൽ തന്നെ അതുകൊണ്ട് അറിയാതിരിക്കുന്നു. ഓക്കെ, ബ്രോ ഈസ് ബാക്ക് ടു ഹിസ് ടെംപ്ലേറ്റ് ആൻസർ. അതാണ് ഇത് പറഞ്ഞില്ലെങ്കിലേ നമ്മൾ ഈ പരിപാടി നടത്തുന്നത് വീണയ്ക്ക് മാത്രമേ ഗുണമുണ്ടാവുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾക്കും കൂടെ കുറച്ച് ചീരയെ കൂടെ കുറച്ച് കൂടെ. അപ്പോ അത് റെഡി.
ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് ഇട്ടേക്കണേ, അതിരടി അതിരടി. പറയാം. മെയ് 14 പോസ്റ്ററൊക്കെ എല്ലായിടത്തും ഉണ്ടല്ലോ അല്ലെ, എല്ലാ ഫ്രെയിമിലും ഉണ്ടല്ലോ അല്ലെ, എന്ത് റീല് കട്ട് ചെയ്തിടുമ്പോഴും നമ്മുടെ അതിരടിയേക്കാളും കൂടുതലുള്ള നീയാ. അത് മതി, എന്തെങ്കിലും മതി, തൽക്കാലം ഇപ്പൊ അത് മതി. എന്തേലും പറ. അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് തോന്നില്ല. കണ്ട, സത്യം പുറത്തു വരുന്ന ഭയങ്കര ഈഗോ ഉള്ള ഒരു നടനായി മാറിയിരിക്കുന്നു. ഈഗോ കാരണമാണ് എന്നെ ഒഴിവാക്കിയെന്ന് എനിക്കറിയാം. ഓക്കെ, അതെ. അപ്പൊ അങ്ങനത്തെ ഒരു ക്യാമ്പസ് ഫെസ്റ്റിന്റെ ഇടയിൽ നടക്കുന്ന പ്രശ്നങ്ങളും അതിന്റെ ഇടയിൽ ആ ഇതിലേക്ക് ടൊവിയുടെ ക്യാരക്ടർ, ടൊവി ഇതിൻ്റെ അകത്തൊരു നെഗറ്റീവ് ഷെയ്ഡുള്ള ക്യാരക്ടറാണ്. പക്ഷെ കോമഡിയൊക്കെ തന്നെയാണ്. അങ്ങനെയൊക്കെയുള്ള ഈ പറഞ്ഞ കെയോസിന്റെ ഇടയിൽ നടക്കുന്ന ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട് ഇതുപോലെ. വിനീതേട്ടൻ, ഷാനിക്ക, റിയ, സെറിൻ, പിന്നെ വിഷ്ണു, പിന്നെ കുറേ പുതിയ ആക്ടേഴ്സ് ഉണ്ട്. ഈ പറയുന്ന ലൈക്ക് കമ്പാരിറ്റീവ്ലി ന്യൂ കമേഴ്സ് ആയിട്ടുള്ള ഒരുപാട് ആക്ടേഴ്സ് ഉണ്ട്. ഷെൽവിൻ, അതുൽ സിംഗ്, ആരോമൽ, ശിവം ഗുപ്ത, സൂര്യനാരായണൻ, ഹരിഹരൻ, യദു എന്നൊക്കെ പറഞ്ഞ് വീണൊക്കെ ഒന്നും വേണ്ടേ. പക്ഷെ ഇതൊക്കെ ഞാൻ പറയും, വീണ ഒന്നും കട്ട് ചെയ്ത് വിടണ്ട. എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞിട്ട് എണീറ്റ് പോയാൽ മതി. അപ്പൊ അങ്ങനെ പുതിയ കുറെ ആക്ടേഴ്സ് ഉണ്ട് ഈ സിനിമയിൽ. പിന്നെ പുതിയ കുറെ നല്ല ടെക്നീഷ്യൻസ്. ഫസ്റ്റ് ഓഫ് ഓൾ ഇത് അരുൺ എന്ന് പറഞ്ഞിട്ട് ഒരു പുതിയ ഡയറക്ടറാണ്. മിന്നൽ മുരളിയുടെ കോ-റൈറ്റർ ആയിരുന്നു അരുൺ. പിന്നെ അതുപോലെ തന്നെ അനന്തു എന്ന് പറയുന്ന പുതിയൊരു പ്രൊഡ്യൂസർ, കോ പ്രൊഡ്യൂസർ ആയിട്ട് അനന്തു ഉണ്ട്, ഡോക്ടർ അനന്തു. പിന്നെ പോൾസൺ ആണ് ഇതിൻ്റെ റൈറ്റർ. പോൾസൺ കാതൽ, നെയ്മർ എന്നൊക്കെ പറഞ്ഞ സിനിമകളൊക്കെ ചെയ്തിട്ടുള്ള ആളാണ് പോൾസൺ. പിന്നെ സാമുവൽ ഹെൻറി എന്ന് പറഞ്ഞ പുതിയൊരു സിനിമാറ്റോഗ്രാഫർ ഉണ്ട്. പിന്നെ ചമൻ ചാക്കോയുടെ എഡിറ്റ് ഉണ്ട്. വിഷ്ണു വിജയുടെ മ്യൂസിക് ഉണ്ട്. പറഞ്ഞു തീരട്ടെ, കഴിഞ്ഞില്ല. കാരണം എന്തുകൊണ്ടെന്ന് വെച്ചാൽ അല്ലെങ്കിൽ അതിനിടയിൽ താൻ കയറിയത് കൊള്ളാം. ഞാൻ ഒരു മിനിറ്റ്, ഒരു സെക്കൻഡ് അങ്ങോട്ട് ഗ്യാപ്പ് വന്നാൽ വീണ അവിടെ കയറിയിട്ട് മാന്തും. അതുകൊണ്ട് ഞാൻ എല്ലാം പറയും. ഇനി പറയാനുള്ളത് ഷാനിക്ക വല്ലതും മറന്നു പോകുന്നുണ്ടെങ്കിൽ എന്നെ ഓർമ്മിപ്പിക്കും. വേറെ ആരെങ്കിലും ഉള്ളത് കോ-പ്രൊഡ്യൂസേഴ്സ് സമീറക്കയും ടൊവിനോയും ആണ് ഇതിൻ്റെ അകത്തുള്ള കോ-പ്രൊഡ്യൂസേഴ്സ് ആയിട്ട് അഭിനയിക്കുന്ന, ഐ മീൻ ലൈക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ അതല്ല, അത്ര വേണ്ട. മഷറിക്ക, റോണാറ്റ്സ്, മാനവ്, ഷെൽവിന്റെ പേര് പറഞ്ഞു. നിങ്ങളുടെ ഗ്യാങ്ങിലുള്ള ആരെങ്കിലും പേര് പറയാൻ വിട്ടുപോയോ? സെറിന് ആരെങ്കിലും പേര് പറയാനുണ്ടോ? റിയക്കിന് ആരെങ്കിലും പേര് പറയാനുണ്ടോ? റിയയുടെ മറ്റേ അനഘ, നിരുപമ, ദർശനയുടെ പേര് നമ്മൾ ഇതുവരെ എവിടെയും പറഞ്ഞിട്ടില്ല. ദർശനയുണ്ട്, സർപ്രൈസ്. പിന്നെ അങ്ങനെ എല്ലാരും. അപ്പൊ ഞാൻ അവസാനത്തെ ഒരു ചോദ്യത്തോടു കൂടി ഇത് അവസാനിപ്പിക്കാം. യെസ്, നമ്മളെല്ലാം പറയാനുള്ളതൊക്കെ പറഞ്ഞു. യെസ് ഗൈസ്, ഇന്റർവ്യൂ വിജയമായി. വേൾഡ് ഈസ് സേവ്ഡ്. ജസ്റ്റിസ് ഷെർഷ ഹരിഹരന്റെ പേര് പറഞ്ഞു. ഷെർഷ എന്ന് പറയുന്നത് അതൊക്കെ ഉണ്ട്, അവരൊക്കെ ഉണ്ട്. അവരുടെ അവസാനം നിങ്ങൾ എല്ലാവരും നമുക്ക് കഷ്ടമുണ്ട്. ഞാൻ പറഞ്ഞത് കേക്ക്. സുഹേൽ കോയുടെ വരികൾ അത് പറയാൻ പറഞ്ഞു. ഇനി മതിയടാ, മതി. എല്ലാരും ആയി കഴിഞ്ഞു. നിഖിൽ രാമനാഥ്, നിഖിൽ ഇതിന്റെ പ്രൊഡക്ഷനിൽ വർക്ക് ചെയ്തിട്ടുള്ള ആളുകൾ. ഇപ്പൊ ഞാൻ പ്രൊഡക്ഷനിൽ ഞാൻ പ്രൊഡ്യൂസർ ആയിട്ട് എന്റെ പേര് വെച്ചിട്ടുണ്ടെങ്കിൽ പോലും ഇതിന്റെ അകത്ത് അത് വളരെ കാര്യങ്ങൾ വളരെ ഈസി ആയിട്ട് കൈകാര്യം ചെയ്തത് എന്റെ ജോലി വളരെ എളുപ്പമാക്കിയിട്ടുള്ള ആളുകളാണ്. നിഖിൽ സ്പെഷ്യലായിട്ട് എനിക്ക് പഴംപൊരിയൊക്കെ തരും. പ്രൊഡക്ഷൻ സൈഡിൽ നിന്ന് നിഖിൽ, വർഷ, നിഖിൽ, വർഷ, ആന്റണി, അങ്ങനെയെല്ലാം പറഞ്ഞു. അതിനിടെ ലാസ്റ്റ് ചോദ്യം, അതായത് ഏറ്റവും ഇതിനെ ആകെ പുറത്തിറങ്ങിയിട്ടുള്ള മാഹി ചേട്ടൻ. മഹി, നമ്മളെ പുട്ടും ബീഫും കഴിക്കാൻ വേണ്ടി രാവിലെ കൊണ്ടുവന്ന ഡ്രൈവറെ ഏട്ടൻ. പേര് മറന്നുപോയി. വീണയ്ക്ക് അങ്ങനത്തെ കണ്ടന്റൊക്കെയാ വേണ്ടത്. പുട്ടും ബീഫും കഴിക്കാനായി ബേസിൽ ജോസഫും ഷാൻഡ്രമാനും സംഭവം ഡെയിലി പോയത്. അതൊക്കെ ആവുമ്പോ വീണയ്ക്ക് സന്തോഷം. അല്ലാതെ പണിയെടുത്തവരുടെ ഒരു സിനിമയെ കുറിച്ചൊന്നും അതൊക്കെ ആർക്ക് വേണം? പുട്ടും ബീഫും കഴിക്കാനായിട്ട് നിങ്ങളെ കൊണ്ടുപോയ ഡ്രൈവർ പണിയെടുത്തില്ലേ? ഇല്ലേ? എടുത്തു. അതുണ്ടാക്കിയ ചേട്ടൻ പണിയെടുത്തില്ലേ? ചേട്ടൻ പണിയെടുത്തില്ലേ? അവർക്കും നന്ദി, ഉണ്ടാക്കിയ ഒക്കെ നന്ദി, എല്ലാവർക്കും നന്ദി. അതാണ് ലാസ്റ്റ് കാര്യം എന്ന് പറയുന്നത്. നിങ്ങൾ എല്ലാവരുടെ ആ പാട്ട് പാടി നമ്മളിത് വൈൻഡപ്പ് ചെയ്യും. പാട്ടൊന്നും പാടാൻ പറ്റൂല. ഇല്ല വീണ, സമ്മതിക്കില്ല. ഞാൻ പാട്ട് പാടില്ല. ഇല്ല, പാടില്ല വീണ.
പാട്ട് പാടാൻ പറ്റില്ല. പാട് ഇന്നലെ വാശി പിടിച്ചാണല്ലോ അത് പാടുന്നൊക്കെ പറഞ്ഞപ്പോ നമ്മളെ കുറച്ച് നിർബന്ധിച്ച ഒന്ന് പാടോ ബേസിലിട്ട് ലിറിക് എടുക്കുന്നു. ഇല്ല ഇത് പാടിയിട്ടേ ഉള്ളൂ ബാക്കി കാര്യം. ഇന്നലെ പാടിയിട്ട് അതങ്ങോട്ട് വർക്കാവുന്നില്ല എനിക്ക് ആ പാട്ട് പാടാൻ പറ്റുന്നില്ല. അത് ഫെജോയ്ക്കേ പാടാൻ പറ്റുന്നു. എങ്കിൽ ഒന്നും വേണ്ട, നമുക്ക് ഷാനിക്ക അതുല്യ കലാകാരനായ ഷാനിക്ക ഇവിടെ ഇരിക്കുമ്പോൾ എന്തിന് നമ്മളെ പോലുള്ള ഏഴകൾ പാടുന്നു? പാടിത്തൊല. പ്രോത്സാഹനത്തിന് നന്ദി. പാടിത്തൊല, അതാണ് പ്രോത്സാഹനം. ഇവന് വേണ്ടിയിട്ട് തന്നെ ഞാൻ ചെയ്ത ഒരു സിനിമ ഉണ്ടായിരുന്നു, മിന്നൽ മുരളി എന്നും പറഞ്ഞിട്ട്. അല്ലല്ല, ഞാൻ ഓർക്കുന്നു, ഓർത്തതാ. ഓ ഞാൻ ഓർക്കും 40-40 കൊല്ലം മുമ്പ് ഉണ്ടാക്കിയ പടമൊന്നും അല്ല. എന്നാലും കുറച്ച് കൊല്ലമായി. ഉയരെ നമുക്ക് ഒന്നിച്ച് പാടാം. ഷാനിക്ക തുടങ്ങി. ഞാൻ 5, 6, ഞാൻ ശ്രുതി ഇട്ടായിരുന്നു. ശ്രുതി ഉയരെന്നാണ് ഞാൻ പറഞ്ഞത്. ആണല്ലേ? അത് കൂടിപ്പോയോ? മുകളിലേക്ക് കേറിപ്പോയോ? ഇറക്കണോ? ഒരുപാട്. ഉയരെ ഒരു ജന്മം നിന്നെ ഞാനും അറിയാതെ പോകെ വാഴ്വിൻ പാടങ്ങോട്ട് ഇത്രയേ ഉള്ളൂ. 4 വരി പാടാനല്ല പറഞ്ഞത്. 4 വരി പാടി കൃത്യമായി. സൂപ്പർ. മെയ് 14 അതിരടി തിയേറ്ററുകളിലേക്ക് എത്തുമ്പോൾ ഒരു സൂപ്പർ ഹിറ്റ് സിനിമ നിങ്ങൾക്കായി അണിയറയിൽ ഒരുങ്ങുകയാണ്. എല്ലാവരും മെയ് 14 തീയതി തന്നെ കൃത്യമായി തിയേറ്ററിൽ പോയി സിനിമ കാണുക, ഒരു വൻ വിജയമാക്കുക. നിങ്ങൾക്ക് എല്ലാവരും അടുത്ത സിനിമയായിട്ട് കാണാൻ സാധിക്കും. വീണ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോയ്ക്ക് ഉണ്ടാവില്ലേ? തീർച്ചയായിട്ടും ഉണ്ടാവും. ഏതോ ഒരു സിനിമയ്ക്ക് നമ്മൾ എല്ലാ പൊന്മാൻ ഉണ്ടായിരുന്നല്ലോ. എന്തൊരു ഐശ്വര്യമായിരുന്നു. വീണ വന്നോണ്ടാണ് പൊന്മാൻ. വീണ വരണം. അപ്പൊ വീണയ്ക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കും. 14 തീയതി വീണ വന്നോ നോക്കിയില്ലെങ്കിൽ ഞാൻ മഴ ഇടും. ആണല്ലേ? ഓക്കെ, ഡൺ. വിഷിംഗ് യു ഓൾ ദി വെരി ബെസ്റ്റ് ഗൈസ് ആൻഡ് താങ്ക് യു. 15 വർഷത്തെ വിശ്വാസം. ഇനി വിദേശ വിദ്യാഭ്യാസം വിശ്വസ്തരിലൂടെ. നീതൂസ് സ്റ്റഡി അബ്രോഡ്.